ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ ഒരു അളിയൻ ഒരു സംസ്ഥാന ദുരന്തമായി മാറിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, നമ്മുടെ അർജുൻ്റെ അളിയൻ തന്നെ. കഴിഞ്ഞ ദിവസം അർജുൻ്റെ ഫാമിലി ലോറി ഉടമ മനാഫിനെതിരെ വളരെ ശക്തമായിട്ടുള്ള കുറച്ച് ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ആരോപണത്തിനെയൊക്കെ തുടർന്ന് ഭയങ്കര ട്വിസ്റ്റൊക്കെയാണ് സംഭവിച്ചത്. ഈ മനാഫിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ, ലോറി ഉടമ മനാഫ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ അവർ. അർജുൻ്റെ കുടുംബം പറഞ്ഞു മനാഫ് യൂട്യൂബ് ചാനലിൽ കൂടെ പൈസ ഉണ്ടാക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം രാവിലെ ഒരു 10-15,000 ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന മനാഫിൻ്റെ ചാനൽ ഇപ്പോൾ ദാണ്ട 1 ലക്ഷവും കഴിഞ്ഞ് 1,25,000-ഓളം അടുക്കാറായി. ഒറ്റ ദിവസം കൊണ്ട് ഒരു ഭയങ്കര ഹൈപ്പാണ് ഈ ഒരു വിവാദം കൊണ്ട് മനാഫിന് കിട്ടിയ ഒരു ഗുണം. അത് മാത്രമല്ല, ഇപ്പോൾ മനാഫിനെ ദാണ്ട ഇവിടെ കേരളം മൊത്തവും വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണവും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു വിവാദം ചിലപ്പോൾ ഈ റിവേഴ്സ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, ഇപ്പം ഈ അർജുൻ്റെ കുടുംബത്തിൻ്റെ ആ ഒരു അളിയനെ ഇപ്പോൾ അങ്ങ് ശൂന്യാകാശം കഴിഞ്ഞ് മുകളിലെത്തി ഏറി കയറ്റിയിരിക്കുകയാണ്. പല ആളുകളും ഇതിനെ അങ്ങ് വർഗീയവൽക്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അർജുൻ്റെ അളിയൻ പക്കാ സംഖ്യയാണ് എന്നൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും മുൻപത്തെ ഫേസ്ബുക്കിലൂടെയുള്ള നിലപാടുകളും എല്ലാം പുറത്തെടുത്തിട്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് അദ്ദേഹത്തിനെ അങ്ങ് ഏറെ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഈ പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്നതിൻ്റെ കണക്കാണ് ഈ അർജുൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസം മനാഫിനോട് കാണിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്. അപ്പോൾ എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ മനാഫിന് കിട്ടിയ വലിയ മെയിൻ സ്ട്രീം ചാനലിലൂടെയൊക്കെ മനാഫിൻ്റെ ചാനലിനെ കുറിച്ച് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും ചാനലിൻ്റെ പേരും ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് വേൾഡ് മൊത്തം വൈഡ് പ്രചരിച്ചതുകൊണ്ട് മനാഫിനാണ് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത്. മനാഫ് വളരെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്, അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ യൂട്യൂബ് ചാനലിലൂടെ പൈസ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ, അർജുൻ്റെ കുടുംബം തെളിയിക്കുകയാണെങ്കിൽ കല്ലേറ് കൊണ്ട് മരണപ്പെടാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, ഈ മനാഫിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. മനാഫ് വെറും 10,000 പേര് ഉള്ള ഒരു ചാനൽ ഒറ്റ ദിവസം കൊണ്ട് 10,000 പേര് ആയതൊന്നുമല്ല. ഈ ഷിരൂരിൽ ഈ ഒരു വിഷയം നടന്നപ്പോൾ ഇത് ജനങ്ങളോട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗ്ഗം മാത്രമായിട്ടാണ് പുള്ളിക്കാരൻ ഇത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അതിൽ കൂടെ കുറച്ച് ലൈവൊക്കെ കിട്ടും. അതിനകത്ത് ഒരുപാട് വീഡിയോ, ആകപ്പാടെ 10-36 വീഡിയോസ് മാത്രമേ ഉള്ളൂ. ഈ അർജുൻ്റെ കുടുംബം ആലോചിക്കുന്ന പോലെ ഈ യൂട്യൂബിലെ വരുമാനം കൊണ്ട് ജീവിക്കേണ്ട ആളൊന്നുമല്ല ഈ പറയുന്ന മനാഫ്. അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് അന്വേഷിക്കുമ്പോൾ അറിയാം, അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ്സുകാർ, മലേഷ്യയിലെ അടക്കം നിരവധി ബിസിനസ്സുകളുള്ള ഒരാളാണ് ഈ മനാഫ്. പിന്നെ അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള ഒരുപാട് ഈ തടിയുടെ ബിസിനസ്സൊക്കെ ചെയ്യുന്ന, അത് ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഒരാൾ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സാമ്പത്തിക ഭദ്രത എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു യൂട്യൂബ്, വെറും 10,000 പേരുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് എന്ത് വരുമാനം കിട്ടിക്കാണുമെന്ന് നമുക്ക്, അത് മോണിറ്റൈസ് ആണോ എന്ന് പോലും ഉറപ്പല്ല. എനിക്കും തോന്നുന്ന ചാനൽ ഇതുവരെ മോണിറ്റൈസ് അല്ല. കാര്യം വെറുതെ യൂട്യൂബിൽ പൈസ ഇട്ട വീഡിയോസ് ഇട്ട പൈസ ഇട്ടതില്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് മോണിറ്റൈസ് ആണെങ്കിൽ മാത്രമാണ് അതിനകത്ത് നിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ഏതൊരു വ്യക്തിക്കും കഴിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ അർജുൻ്റെ അളിയൻ കാണിച്ച ഒരു അവിവേകം കൊണ്ട് അദ്ദേഹത്തിനെ ഒറ്റ ദിവസം കൊണ്ട് മനാഫിനെ സീറോ ആക്കാൻ നോക്കിയതാണ്. ഇപ്പം മനാഫ് ഇപ്പോൾ ഹീറോ ആയി, അർജുൻ്റെ അളിയൻ സീറോ ആയിട്ട് അങ്ങ് ഏറിലിരിപ്പുണ്ട്. അദ്ദേഹത്തിനെ പിടിച്ചിറക്കാൻ ഇനി വലിയ ഏണിയെല്ലാം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അതോടൊപ്പം തന്നെയാണ് ഈ പല കാര്യങ്ങളും ഇങ്ങനെ നടന്നു വരുന്നത്. അപ്പം ഈ അർജുൻ്റെ കുടുംബം അത്രയ്ക്ക് അങ്ങോട്ട് രോഷം കൊള്ളേണ്ട ഒരു കാര്യമില്ല. സർക്കാർ കൊടുത്ത 5 ലക്ഷം രൂപയും അങ്ങനെ അർജുൻ്റെ പേര് പറഞ്ഞ് മനാഫ് കാശ് പിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു പക്ഷമെന്ന് പറയുന്നത്, ഈ അർജുൻ്റെ കുടുംബം തന്നെ 5 ലക്ഷം രൂപ സർക്കാരിൻ്റെ ഇത് മേടിച്ചിട്ടുണ്ട്. ഒരു സർക്കാരിൻ്റെ ജോലിയും കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വേണ്ടെന്ന് നോക്കട്ടെ. എന്നിട്ട് ഞാൻ പറയുന്നില്ല അതിന് ശരി. ഒരാൾ മനാഫ് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ലോറി തന്നെ 10-40 ലക്ഷം രൂപയുടെ മുതലും പോയി, ഇൻഷുറൻസ് കിട്ടിക്കാണും. അത് മറ്റൊരു വശം. ഒരുപാട് പൈസയും അദ്ദേഹത്തിൻ്റെ സമയമൊക്കെ ഈ പറയുന്ന ഈ ഷിരൂരിൽ അദ്ദേഹം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മാസം 10-72 ദിവസം. അപ്പം ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കിട്ടാനാണെങ്കിൽ അയാൾ അവിടെ പോയി നിന്നില്ലെങ്കിൽ പോലും അത് കിട്ടുമായിരുന്നു. അപ്പോൾ എന്തായാലും ഈ അർജുൻ്റെ കുടുംബം അയാളോട് കാണിച്ച ഒരു നന്ദികേട് കേരളം കണ്ടതിൽ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നന്ദികേടാണ് എന്ന് തെളിച്ച് തന്നെ പറയേണ്ടി വരും. എന്തായാലും ആ നന്ദികേടിനുള്ള മറുപടി കേരളം തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 10,000 പേരുള്ള ഒരു യൂട്യൂബ് ചാനൽ ഒറ്റയടിക്ക് 1,25,000 ആക്കി കൊടുത്തതിനുള്ള നന്ദി മിക്കവാറും രേഖപ്പെടുത്താനായിട്ട് മനാഫ് അവരുടെ വീട്ടിൽ ചെന്ന് ഇവരോട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. മനാഫ് എന്നിട്ടും ഇത്രയും അധികം കുറ്റപ്പെടുത്തിയതിനൊക്കെ പോലും ഈ പറയുന്ന മനാഫ് പറയുന്നത് ഈ അർജുൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ ഉണ്ടാകും, അവരുടെ അമ്മയോടൊപ്പം തന്നെ ഉണ്ടാകും. ഈ മരണപ്പെട്ട അർജുൻ്റെ അമ്മ എത്ര തന്നെ കുറ്റപ്പെടുത്തിയാലും മനാഫ് അത് ഒരു പ്രശ്നമായിട്ട് കണക്കാക്കാനില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വലിയ ഒരു മനസ്സ് തന്നെയാണ്. ഈ പറയുന്ന അർജുൻ്റെ അളിയനെ പോലും ഇത്രയധികം തന്നെ അപമാനിച്ച അർജുൻ്റെ അളിയനെ പോലും ഈ മനാഫ് കുറ്റം പറയാൻ ഈ ഒരു ഘട്ടത്തിൽ തയ്യാറാവുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ അർജുൻ്റെ കുടുംബത്തിന് കിട്ടിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. എന്തായാലും അളിയനെ ഒരു സംസ്ഥാന ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കണം. ഈ അളിയൻ കേരളത്തിന് പറ്റിയ ഒരു അളിയൻ തന്നെ.